സ്വപ്നത്തിലുള്ള ഒരു ഭാര്യയാവാൻ എത്ര ശ്രമിച്ചാലും എനിക്കാവില്ല. ഞാനൊരു അഹങ്കാരിയാണ്, അസൂയ നിറഞ്ഞവളാണ്. ഇത്രയുമൊക്കെ ആയ എന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? പറയൂ, ആഷിക്കാന്റെ അണ്ടി എടുത്തോണ്ട് പോടാ കാട്ടുമലരാ. ഞാൻ ഇവനെ കുറിച്ചൊന്നും വീഡിയോ ഒരിക്കലും ചെയ്യരുതേ എന്ന് ദിവസം ഒരു 100 പ്രാവശ്യം പറയുന്നുണ്ട്. എൻ്റെ മനസാക്ഷിയോടെ പറയുന്നുണ്ട് ഇവനെ കുറിച്ച് വീഡിയോ ചെയ്യണ്ട, ഇവനെ കുറിച്ച് രേണുസുതിയെ കുറിച്ചൊന്നും വീഡിയോ ചെയ്യരുതെന്ന്. പക്ഷെ എൻ്റെ പൊന്നെ, ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ പൊന്നാര ജാസി നിന്നെ കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് തോന്നിപ്പോവും. കാരണം നിന്നെ എനിക്ക് ഈ ടിക്ടോക്കിൽ ഇനി ഭയങ്കര ആക്റ്റീവായി നിൽക്കുന്ന സമയം മുതൽ എനിക്കറിയാം. നീ താടിയൊക്കെ വെച്ചിട്ട് ഒരുപാട് മാസ് ഡയലോഗ്, ഡാൻസ്, ശ്രുതി തമ്പി, കിക്കിമ ഇവരുടെ കൂടെ ഒക്കെ നീ സ്ഥിരമായിട്ട് വീഡിയോസ് ചെയ്യാറുണ്ടായിരുന്നു. ആ സമയത്ത് നീ എന്തോ ഒരു പെർഫ്യൂം ഷോപ്പ് എന്തോ നടത്തുന്ന സമയത്ത് അന്ന് ഈ മറ്റേ കുണ്ടനാശിനിയുടെ കൂടെ ഉണ്ട്. കാരണം അവൻ ജോലിക്കൊന്നും പോവാതെ ഇവനെ ആശ്രയിച്ച് ജീവിക്കുന്നവനാണ്. പിന്നെ ഇവർ തമ്മിൽ അങ്ങനെ വലിയ സംഭവമൊന്നും അല്ല. കാരണം അവനക്ക് ജോലിക്ക് പോകാൻ പറ്റൂല ആഷിക്ക്. അപ്പൊ ഇവൻ എന്ന് പറഞ്ഞാൽ അവന്റെ ചെലവുകളും കാര്യങ്ങളും, അവനക്കുള്ള ഫുഡ്, ഇക്കാക്കുള്ള ഫുഡ്, ഇക്കാക്കുള്ള ഒക്കെ സംഭവങ്ങൾ ഇവനാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. നല്ല ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, നല്ല തേങ്ങരച്ച മീൻകറി, ഇതൊക്കെ ജാസി ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ ഇവർക്ക് ജോലിക്കൊന്നും പോകണ്ട, പൈസയും കാര്യങ്ങളൊക്കെ ജാസി ആയിരിക്കും നോക്കുക. നല്ല ഡ്രസ്സ്, അതാണ് മെയിൻ സംഭവം. നല്ല ഡ്രസ്സുകൾ എടുത്തു കൊടുക്കും ജാസി ആഷിക്ക് വേണ്ടിയിട്ട്. അവനിരുന്ന ഷെഡ് വരെ ജാസിയാണ് മേടിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഇവനിക്ക് ഇങ്ങനെ അവനെങ്ങനെ പിറകെ ഇങ്ങനെ മണത്ത് ഇങ്ങനെ പോയാൽ മതി, മനസ്സിലായില്ലേ? അപ്പൊ എനിക്ക് ഇവനെ ആദ്യം മുതൽ അറിയാം. ഈ പിന്നെ ആ ജാസി എന്ന് പറയുന്ന കൊണ്ടനെ താടിയൊക്കെ വെച്ചിട്ട് ഭയങ്കര അന്ന് കണ്ട കമന്റ്സൊക്കെ കാണാൻ എന്ത് ഗ്ലാമറാണ് നീ എന്നൊക്കെ പറഞ്ഞിട്ട്. അന്ന് അവരുടെ സ്ത്രൈണത ഉണ്ട്. സ്ത്രൈണത പറഞ്ഞാല് നടത്തത്തിലൊക്കെ ഒരു മുഖം കൊണ്ടൊക്കെ എടുക്കലൊക്കെ ഉണ്ട്. പക്ഷെ അതിബുദ്ധിമാനായി. ഇപ്പൊ മുടി നീട്ടി വളർത്തി. അന്ന് എന്തോ കാരണം പറഞ്ഞിട്ടുണ്ട് മുടി നീട്ടി വളർത്താൻ. അന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഇവ മുടി നീട്ടി വളർത്തുന്നത് ആ ഒരു ഇപ്പൊ നടക്കുന്ന പോലെ നടക്കാനാണ്, മനസ്സിലായില്ലേ? ഇക്കാന്നാ വിളിക്കുള്ളൂ. കാരണം ആഷിയും ജാസിയും കൂടെ 4-5 വയസ്സ് ഡിഫറൻസ് ഉണ്ട്. കാരണം ആഷിയേക്കാൾ ജാസിക്ക് പിന്നെ 4-5 വയസ്സെന്തോ കൂടുതലും തോന്നുന്നത്. എന്താ ഇക്കാന്ന് വിളിക്കുക. അവർ ഈ ബാക്കിയുള്ള ഈ ഓൺലൈൻ മീഡിയാസ്, ഓൺലൈനിൽ ഉള്ള കപ്പിൾസ് ഒക്കെ ഉണ്ടല്ലോ, ഭയങ്കര എന്താ പറയുക സ്നേഹപ്രകടനം, പിന്നെ ടൂർ, അങ്ങനെ കുറെ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന കപ്പിൾസ് ഉണ്ടല്ലോ, അവരെ അനുകരിച്ചുകൊണ്ടുള്ള പരിപാടികളാണ് ഈ ജാസ് ചെയ്യുന്നത്, മനസ്സിലായില്ലേ? അതേപോലെ ഇക്കാന്ന് വിളിക്കുന്നത്, ഇവർ കുറെ പിന്നെ റീൽസ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ഇവനെ എന്താ പറയാ, ആദ്യം മുതൽ അറിയുന്നതാണ് ഇവന്റെ ഇങ്ങനെയുള്ള വീഡിയോ. അവന്റെ മറ്റേ നേന്ത്രപ്പഴം വെച്ചുകൊണ്ട് അവൻ കോൽക്കളി എന്നൊക്കെ ആൾക്കാർ പറയുന്നത്. പക്ഷെ കോൽക്കളിയല്ല, ഇവന്റെ പറഞ്ഞ ഇവനക്കറിയാം എങ്ങനെ റീച്ച് ഉണ്ടാക്കണം. ആളുകൾ വായ തുറന്ന കള്ളവൻ പറയുള്ളൂ. എങ്ങനെ റീച്ച് ഉണ്ടാക്കണം, എങ്ങനെ എന്താ പറയുക, ആൾക്കാരങ്ങനെ ഇങ്ങനെ ഇപ്പൊ എന്നെ കൊണ്ട് വീഡിയോ ചെയ്യിച്ചില്ലേ, അതേപോലെ ഇവനക്ക് ഇങ്ങനെ അറിയാം ആളുകളെ എങ്ങനെ റീച്ച് എങ്ങനെ ഉണ്ടാക്കണം എന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം. അച്ചാതി വേട്ടവളിയാനവൻ കൊണ്ടൻ, കൊണ്ടൻ. സത്യം പറഞ്ഞാൽ ഇവന്റെ അവസ്ഥ വെച്ചാൽ ആ വീഡിയോസ് നോക്കിയാൽ നിങ്ങൾ 2 ആണുങ്ങളാണല്ലോ കിടക്കുന്നത്. അവന്റെ മുട്ടക്കായും വെച്ചുകൊണ്ടല്ല അവന്, പിന്നെ അതിനെ കെട്ടി റബ്ബർ ബാൻഡ് ഇട്ട് വലിച്ച് ബാക്കിൽ കെട്ടി വെച്ചിരിക്കണം. ജസ്റ്റ് ഇങ്ങനെ എന്തെങ്കിലും ഇത് വെച്ചിട്ട് തൊട്ട് ഇങ്ങനെ പൊട്ടും. അപ്പം ഇങ്ങനെ നിൽക്കുന്ന സാധനം ഇങ്ങനെ നിൽക്കും. അതോടെ തീർന്നുകൊണ്ട് സംഭവം. ഇവന്റെ അവസ്ഥ വെച്ച് കഴിഞ്ഞാൽ ഇവൻ എന്താണ് ആഷിക്കാന്ന് വിളിച്ചിട്ട് ഇവർ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് ആലോചിക്കുക. ഇവർ 2 പേരും ഇങ്ങനെ പരസ്പരം മുഖാമുഖം നിന്ന് കെട്ടിപ്പിടിച്ച് അങ്ങനെ എന്താ സംഭവിക്കുക? ആ റബ്ബർ ബാൻഡ് പൊട്ടി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇങ്ങനെ ആകുമ്പോൾ കുഴപ്പമില്ല, ഇങ്ങനെ ആകുമ്പോൾ എന്താ സംഭവിക്കുക? 2 കൂടെ ഒന്ന് ആലോചിക്കുക. നാണോ മാനോ ഉളുപ്പില്ലാത്ത ഒരുത്തല്ലേ? ഒരുത്തനല്ല, 2 പേർക്കും നാണോ മാനമില്ല. 2 കൊണ്ടന്മാരാണ്. മറ്റേ അതിബുദ്ധിമാനാണ് ആ രാശി. ജോലിക്കൊന്നും പോവാതെ ഇവനെ പറ്റി ജീവിക്കുക. ആഷിക്കാന്റെ അണ്ടി എടുത്തോണ്ട് പോടാ കാട്ടുമലരാ.